ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ ഒരു നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ പുറത്ത് പോയിട്ടൊക്കെ വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റിമൂവിങ് മുതൽ ഫേസ് ക്ലീനിങ് മുതൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഒരു 5 സ്റ്റെപ്സ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എന്ത് പ്രോഡക്റ്റ്സാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാനിത് ഈ സ്കിൻ കെയറിന് പറയാൻ മാത്രം എക്സ്പേർട്ടൊന്നും അല്ല, പക്ഷെ ഞാൻ എൻ്റെ സ്കിൻ കെയർ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന സ്കിൻ കെയർ റുട്ടീൻ കഴിഞ്ഞൊരു 2 months അല്ലെങ്കിൽ 3 months ആയിട്ട് ഞാൻ റെഗുലറായിട്ട് ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. ആൻഡ് എനിക്ക് ആ ഒരു ഗ്രാജ്വലി എനിക്കതിൻ്റെ ചേഞ്ച് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കുന്നു. നമ്മൾ സ്കിൻ അത്രയും കെയർ ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് അത്ര വേസ്റ്റ് ആവുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ഏതായാലും സോ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളിൽ എത്ര പേരുണ്ട്, ഈവൻ ഞാനും അങ്ങനെ ആയിരുന്നു. ഇങ്ങനെ മടി പിടിച്ചിട്ട് പെട്ടെന്ന് ഒന്നും ചെയ്യാണ്ടൊക്കെ ഉറങ്ങും. അങ്ങനെ ഉറങ്ങിയിട്ടൊക്കെ സ്കിൻ നല്ല ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ കാണിച്ചു തരാം. സോ വെൽക്കം ടു മൈ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ പുറത്ത് പോയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഫേസ് നല്ലോണം ക്ലെൻസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഉറങ്ങാൻ പോവാണ് ഫുഡ് കഴിച്ചിട്ടൊക്കെ. ഞാൻ എന്തായാലും ആദ്യം കുളിക്കാനൊക്കെ മുമ്പ് ഫസ്റ്റ് ഫേസ് ഒന്ന് മൊത്തത്തിൽ ഒന്ന് ക്ലെൻസ് ചെയ്യും. അപ്പോൾ ഞാൻ എന്താണ് ക്ലെൻസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് സെറ്റാഫിൽ ആണ്. സെറ്റാഫിൽ എൻ്റെത് ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഓയിലി സ്കിൻ ക്ലെൻസർ ആണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത ഒരു ഇതായിരുന്നു. ഞാൻ ഇതിന് മുമ്പ് ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെത് മാമയെർത്ത് ഫേസ് വാഷ് ആയിരുന്നു. പക്ഷെ അതിന് ശേഷം ഞാൻ പറഞ്ഞത് ഇതാണ് സെറ്റാഫിൽ. എനിക്ക് ആ യൂസ് ചെയ്ത അന്നത്തെ ദിവസം മുതൽ എനിക്ക് റിസൾട്ട് കിട്ടി. കാര്യം വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആവുന്ന പോലെ ഫീൽ ചെയ്തു. അന്ന് തന്നെ എനിക്ക് മനസ്സിലായി. സോ ഭയങ്കര ക്വിക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഓവറായിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ഇത് പിന്നെ ഞാൻ കുറേ നാളത്തേക്ക് എനിക്ക് തെറ്റിദ്ധരിച്ചു ഞാനിതൊരു ഫേസ് വാഷ് എന്നുള്ള രീതിയിൽ. പക്ഷെ ഇത് ക്ലെൻസർ ആണ് ആക്ച്വലി. സോ അധികം ഫോമൊന്നും വരില്ല, പിന്നെ അതേപോലെ സ്മെല്ലും ഇല്ല. അപ്പം ഞാൻ കാണിച്ചു തരാം. ഫേസ് വാഷ് ചെയ്തിട്ട് കുറച്ച് എമൗണ്ട് മാത്രം എടുത്തിട്ട് കണ്ണിലിടാം. 1 മിനിറ്റോളം ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം ക്ലെൻസ് ആയിട്ടുണ്ട്. പിന്നെ ഇനി എനിക്കൊന്ന് കുളിക്കണം. മാത്രമല്ല ഞാൻ മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ മേക്കപ്പ് യൂസ് ചെയ്യുന്നില്ല. അധികം ഒരു ഹാർഡായിട്ടുള്ള ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. ആകെ ലിപ്സ്റ്റിക്കും ഈ ഐലൈനറുമാണ് യൂസ് ചെയ്തതെന്ന്. അതുകൊണ്ട് മാത്രം മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്തില്ല. അതോ ഞാനൊന്ന് കുളിച്ചിട്ട് ബാക്കി സ്റ്റെപ്സ് കാണിച്ചു തരാം. അപ്പോൾ ഫേസൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് ഞാൻ കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ടൊക്കെ വന്നു. നമ്മളിപ്പോൾ ഭയങ്കര പിമ്പിൾസ് ഉള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ പഠിച്ചൊരു കാര്യമാണ്. നമ്മുടെ കുളിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ടവൽ ഉണ്ടല്ലോ, എന്നിട്ട് ബോഡി തോർത്തുന്ന ആ ടവൽ വെച്ചിട്ട് ഒരിക്കലും ഫേസ് തുടയ്ക്കരുത്. ഫേസ് ടവലായിട്ട് സെപ്പറേറ്റ് ഒരു ടവൽ എടുത്ത് വെക്കണം. അത് ഭയങ്കരമായിട്ട് പിമ്പിൾ പ്രോംപ്റ്റ് സ്കിൻ ഉള്ളവർക്ക് പ്രത്യേകിച്ച്
പിന്നെ അതേപോലെ നമ്മൾ കുളിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് ടവൽ, ഫേസ് ടവലാണെങ്കിൽ ഫേസ് ടവൽ കൂടുതലും ടോയ്ലറ്റിൽ വെക്കാത്തതാണ് നല്ലത്. കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ ഡ്രസ്സിങ് റൂമിലൊക്കെ വന്ന് തോർത്തുന്നതാണ് നല്ലത്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അതെടുത്ത് പുറത്ത് ഡ്രൈ ചെയ്യണം. അല്ലെങ്കിൽ ടോയ്ലറ്റ് അല്ലാത്ത വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് അത് വിരിച്ചിടണം. കാരണം എന്താണെന്ന് വെച്ചാൽ ടോയ്ലറ്റിൽ ചിലർ ടോയ്ലറ്റിൽ തന്നെ വിരിച്ചിടുന്നതൊക്കെ കാണാം. അത് ശരിക്കും പറഞ്ഞാൽ മൈക്രോബ്സ്, ടോയ്ലറ്റിൽ തന്നെയുള്ള ഈ ടോക്സിക് ആയിട്ടുള്ള മൈക്രോബ്സ് ഒക്കെ വന്ന് നമ്മുടെ മോയ്സ്ചേർഡ് ആയിട്ടുള്ള ഈ ഒരു ടവൽ ഒട്ടിപ്പിടിക്കാൻ ഒട്ടിപ്പിടിക്കും സാധ്യതയുണ്ട്. മാത്രമല്ല അത് നമ്മുടെ ടവൽ ത്രൂ നമ്മുടെ ഫേസിലേക്കൊക്കെ പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അതൊരു ഞാൻ പഠിച്ചൊരു കാര്യമാണ്. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ടോണറാണ്. അപ്പോൾ ടോണർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്കിൻ ടൈറ്റൻ ആവും. ഇത് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തൊരു മാം പറഞ്ഞതായിരുന്നു കേട്ടോ. ടോണർ എപ്പോഴും നല്ലതാണ് ഫേസിൽ. സ്കിൻ ഈ പോർസ് ഒക്കെ ഉണ്ടാവുമല്ലോ, പോർസ് ഒക്കെ ടൈറ്റൻ ചെയ്യും. അതേപോലെ ക്ലോഗ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഡസ്റ്റ് ഒക്കെ ആയിട്ട് ഓപ്പൺ ആയിട്ടുള്ള പോർസ് ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യും. അപ്പോൾ സ്കിൻ ചുമ്മാ ക്ലോഗ്ഡ് ആവില്ല. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്, ഇതിന് മുമ്പ് യൂസ് ചെയ്തത് തീർന്നു പോയി. ഇതിപ്പോൾ ജോവീസ് ഹെർബൽ എന്ന് പറഞ്ഞിട്ട്, ജോവീസിൻ്റെ മറ്റെല്ലാ പ്രൊഡക്ട്സും എനിക്കിഷ്ടമാണ്. ഇത് എനിക്ക് ക്യുക്കമ്പറിൻ്റെ ഒരു ഫ്ലേവർ, ഭയങ്കര കുത്തിക്കയറുന്ന ഫ്ലേവർ പോലെ. പിന്നെ ഈ ഗ്രീൻ കളർ, ഭയങ്കര കളർ ആഡ് ചെയ്തിട്ടുണ്ട് പോകും. സോ എനിക്ക് വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ്. സോ ഇത് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല ടോണർ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്തത് മാമ എർത്തിൻ്റെ ആയിരുന്നു. അത് കുഴപ്പമുണ്ടായില്ല, സ്മെല്ലൊന്നുമില്ല. എങ്കിലും എനിക്കൊരു ആൽക്കഹോൾ കണ്ടന്റ് കൂടുതലാണെന്ന്, ആൽക്കഹോൾ ബേസ്ഡ് ആണോ എന്ന് ചില സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇതൊന്ന് ഡ്രൈ ചെയ്ത് വരെ ഇങ്ങനെ ചെയ്താൽ മതി. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് സീറം ആണ്, പ്ലമ്മിൻ്റെ നയസിനമൈഡിൻ്റെ 10% ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഇവിടെ ഒരു ഡ്രോപ്പ്, ഇവിടെ ഡ്രോപ്പ്, ഇവിടെ മൂക്കിന് വേണ്ടി ഇത്രയും ഡ്രോപ്പ് മാത്രം യൂസ് ചെയ്യുന്നത്, വളരെ കുറച്ച് മതി. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സ്കിൻ മൊത്തം പെനിട്രേറ്റ് ആവുന്നത് വരെ പെട്ടെന്ന് അബ്സോർബ് ആവും. അബ്സോർബ് ആയി കഴിഞ്ഞാൽ ഒരു ജെൻറ്റിൽ മസാജാണ്, ഭയങ്കര ഹെവി മസാജ് ഒന്നും ചെയ്യണ്ട, ജെൻറ്റിലായിട്ട്. ഓക്കെ, പെട്ടെന്ന് അബ്സോർബ് ആവും. ഇതൊരു നല്ല രീതിയിൽ ഇവിടെ ഒക്കെ ഇതും എനിക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പ്ലമ്മിൻ്റെ. ഇത് ആക്നി പ്രോംപ്റ്റ്, ഇവിടെയൊക്കെ പിമ്പിൾസിൻ്റെ ഒരു പാടൊക്കെ ഉള്ളതാണ്. അപ്പോൾ റൈസ് വാട്ടർ ആൻഡ് നയസിനമൈഡ് 10% സീറമാണ്. പെട്ടെന്ന് ക്ലാരിറ്റി ബൂസ്റ്റർ എന്നൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുമോ? ഇത് സംഭവം നല്ല വർത്തിയാണ്, എനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇതും ഇതേപോലെ അബ്സോർബ് ആവുന്നത് വരെ ഒന്ന് നമ്മൾ ജെന്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇത് ഒരു 3 minutes എങ്കിലും വിട്ടാൽ മതി. ഒരു കുറച്ച് ടൈം ഇതൊന്ന് ഫുള്ളായിട്ട് അബ്സോർവ് ആവാൻ നമുക്ക് വിടാം. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസർ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ടെക്സ്ചർ തന്നെ മാറ്റുന്ന ഒരു സംഭവമാണ് മോയ്സ്ചറൈസർ. ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ ഞാനിപ്പോൾ ഭയങ്കര ലേസി ആയിട്ട് പെട്ടെന്ന് ഉറങ്ങണം എന്നൊക്കെ വിചാരിക്കില്ലേ, അങ്ങനെ തന്നെ ഇത് ജസ്റ്റ് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. ഇപ്പം ഇത് ന്യൂട്രിഡേമിൻ്റെ ആണ്. ഇതെനിക്ക് സജസ്റ്റ് ചെയ്തത് നമ്മുടെ ജീനയാണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി കുറച്ച് നാളായിട്ടുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തത് കാണിച്ചത് ഇത് ഡോട്ട് ആൻഡ് കീൻ്റെ ആയിരുന്നു. അതും സംഭവം അടിപൊളിയാണ്, പക്ഷെ പെട്ടെന്ന് തീർന്ന പോലെ എനിക്കൊരു ഫീല്. അപ്പോൾ ഇത് ഇനി ഇത് യൂസ് ചെയ്യാൻ വെച്ചു, ഇത് കുറച്ച് മതി. പിന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. ചിലർ കയ്യിലൊക്കെ ഇട്ട്, എൻ്റെ സിസ്റ്ററൊക്കെ അങ്ങനെയായിരുന്നു, അവളോട് പറഞ്ഞു ഇപ്പോൾ ഇങ്ങനെയാണെന്ന് തോന്നുന്നു ചെയ്യുന്നത്. അപ്പം ഇത് ഇതേപോലെ നല്ല റിവ്യൂ ഉള്ള പ്രൊഡക്റ്റാണ് കേട്ടോ ന്യൂട്രിഡം. ഇത് ഇതേപോലെ നല്ലോണം ഒന്ന് ജെന്റിൽ മസാജ്.
നമ്മൾ ഈ ഒരു 5 സ്റ്റെപ്സ് റുട്ടീൻ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ അതൊരു ഹാബിറ്റ് ആവും. എന്തായാലും ശരിക്കും പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ഹാബിറ്റാണ് കേട്ടോ. നമ്മുടെ സ്കിൻ അത്രയും നമുക്ക് നമ്മുടെ സ്കിൻ അത്രയും കെയർലെസ് ആയി കഴിഞ്ഞാലാണ് ഓരോ രീതിയിലും നമുക്ക് ആക്നി ആണെങ്കിലും അല്ലെങ്കിൽ പിമ്പിൾസ് ആണെങ്കിലും ചെറിയ ചെറിയ കുരുക്കളൊക്കെ. എൻ്റെ സ്കിൻ അത്രയും വേസ്റ്റ് ആയിരുന്നു. ഒരു ഭയങ്കര ഡാമേജ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഞാൻ ഇതിൻ്റെ കൂടെ പറയാം. നമ്മൾ പില്ലോ ഒരു വീക്ക്ലി 2 ടൈംസ് എങ്കിലും ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യണം. അതേപോലെ പില്ലോ കേസ് പറ്റുവാണെങ്കിൽ പില്ലോ കേസ് ഒരു 2 ഡേയ്സ് ഇടവിട്ടെങ്കിലും മാറ്റിക്കൊണ്ടിരിക്കാം. പിന്നെ അതേപോലെ തന്നെ പിമ്പിൾസ് ഒക്കെ കൂടുതലുള്ളവർക്ക് സാറ്റിൻ പില്ലോ കേസ് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. അതേപോലെ നമ്മുടെ ഹെയർ ഫാൾ ഉള്ളവർക്കൊക്കെ സാറ്റിൻ പില്ലോ കോട്ടൺ പില്ലോ കേസിനേക്കാളും നല്ലതാണ്. അപ്പോൾ അത് ഞാൻ ഒരു ഡോക്ടറിൻ്റെ തന്നെ വായിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കുറേ നാളായിട്ട് സാറ്റിൻ പില്ലോ കേസാണ് യൂസ് ചെയ്യുന്നത്. ചൂടിൻ്റെ സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ചൂടായിട്ട് തോന്നും. അപ്പോൾ എയർ കണ്ടീഷണറൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസിങ് ലോഷൻ യൂസ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് നൈറ്റ് ക്രീമാണ്. ഞാൻ യൂസ് ചെയ്യുന്ന നൈറ്റ് ക്രീം ആംബിയൻ്റെ നൈറ്റ് ക്രീം ആൻഡ് ഡേ ക്രീമാണ്. പക്ഷേ ആംബിയൻ്റെ തീർന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ പെട്ടെന്ന് ആംബിയ ഏജൻറ്റ് ത്രൂ ആണല്ലോ കിട്ടുന്നത്. ആളിവിടെ ഇല്ല, വന്നിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പം അഡ്ജസ്റ്റ്മെൻറ്റിന് ലോട്ടസിൻ്റെ ഒരു നൈറ്റ് ക്രീമേ കിട്ടിയിട്ടുള്ളൂ. ഇവിടെ നമുക്ക് ഒരുപാട് കോസ്മെറ്റിക്സ് ഷോപ്സ് ഒന്നും അവൈലബിൾ അല്ല. എനിക്കിത് ഇപ്പോൾ ഓൺലൈനിൽ നിന്നാണെങ്കിലും വരുമ്പോൾ കുറേ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ലോട്ടസിൻ്റെ ഇത് തന്നെ തീർന്നു. ചെറിയ പാക്കാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ നൈറ്റ് ക്രീമും യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെ ഈ ഒരു സംഭവമൊക്കെ നമ്മൾ ചെയ്തിട്ട് രാവിലെ എണീക്കുമ്പോൾ തന്നെ സ്കിൻ നല്ലൊരു സ്മൂത്തായിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അറ്റ്ലീസ്റ്റ് ഫേസൊക്കെ നല്ലോണം പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ ഡസ്റ്റൊക്കെ കളഞ്ഞിട്ടെങ്കിലും കിടക്കണം. അറ്റ്ലീസ്റ്റ് മോയ്സ്ചറൈസറെങ്കിലും യൂസ് ചെയ്തിട്ട് കിടന്നാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ ഫുള്ളായിട്ട് കഴിഞ്ഞു നൈറ്റ് ക്രീമോടുകൂടെ. പക്ഷേ എനിക്കിപ്പോൾ പിമ്പിൾസ് ഒന്നും നാളെ ഇപ്പോൾ ഇന്നലെ തൊട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ സമയത്ത് പിമ്പിൾസ് ഉള്ളപ്പോൾ മാത്രം പിമ്പിൾ ക്രീം ഇടുന്നുണ്ട്. ഇത് ക്ലിൻഡാമൈസിൻ കാണുന്നുണ്ടോ? ക്ലിൻഡാമൈസിൻ്റെ ഒരു പിമ്പിൾ ക്രീമാണ്. അത് പെട്ടെന്ന് പിമ്പിളൊക്കെ പോകും. ആ സ്പോട്ടിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുത്താൽ മതി. അത് നമ്മുടെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ആ സ്പോട്ടിലേക്ക് എത്തിക്കുന്നതാണ് കേട്ടോ. ഇത് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അത്രയാണ് ഫേസിലേക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫേസ് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലിപ്സ്. ഞാനിപ്പം പല ലിപ് ബാമും യൂസ് ചെയ്തിട്ടുണ്ട്. റിവ്യൂ കണ്ട് എല്ലാം അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നതാണ് കേട്ടോ, ഹേമാദ്രി ഹെർബൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവളോട് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാണ്ട് ഒക്കെ ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റേഷൻ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഇതിനെക്കുറിച്ച് ശരിക്കും പറയാൻ കുറേ ഉണ്ട്, ഞാനത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ചെയ്യാം. അവൾ പറഞ്ഞു റിവ്യൂ പെട്ടെന്നൊന്നും ചെയ്യണ്ട, നീ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടുവാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. അത്ര ഷുവറായിരുന്നു അവൾക്ക് ആ പ്രോഡക്റ്റ്. എനിക്കും ഭയങ്കര വേർത്തിയായിട്ട്. കാര്യം എൻ്റെ ലിപ്സ് കുറച്ച് ചോക്കി ലിപ്സാണ്, ഡ്രൈ ആവും. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മോയ്സ്ചറൈസ് ചെയ്ത് ഇങ്ങനെ കിടക്കും, ഭയങ്കരമായിട്ട് ഒരു ഇത്. പിന്നെ അതേപോലെ പിഗ്മെൻറ്റേഷനൊക്കെ പോയി. എനിക്കൊരു 1 വീക്കിനുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറയാം. ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഹേമാദ്രി ഹെർബൽസ്. ഓർഡർ ചെയ്യുന്നവർക്കും ഇത് എനിക്ക് പോസ്റ്റൽ ത്രൂ വന്നതാണ്. അപ്പോൾ ആൾ ഡോക്ടറാണ്, അപ്പോൾ ആൾ തന്നെ ഉണ്ടാക്കിയതാണ്. സോ ഹാൻഡ് മെയ്ഡാണ്, പക്ക ഹോം മെയ്ഡ്, യാതൊരു കെമിക്കൽസും ഒന്നുമില്ല. സോ സ്കിന്നിന് നല്ലതാണ്. എനിക്ക് ഒരു ആയുർവേദ സ്മെല്ലും കൂടിയുണ്ട്. ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു രാവിലെ വരെ ഈ ഒരു മോയ്സ്ചർ കണ്ടന്റ് ഇങ്ങനെ കീപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. സോ അത്രയേ ഉള്ളൂ.
നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ. അപ്പോൾ നല്ലൊരു വീഡിയോ എടുക്കാം. ബൈ ആൻഡ്